എല്ലാവർക്കും എം എസ് ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പോകുന്നത് നിലമ്പൂരുള്ള കക്കാടംപൊയിൽ എന്ന സ്ഥലത്താണ്. മുമ്പ് ഞങ്ങൾ ഈ കക്കാടംപൊയിലെ ഒരു വീഡിയോ ഇട്ടിനായിരുന്നു. അത് നിങ്ങളെല്ലാവരും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഐക്കാർഡിലും കൊടുക്കുന്നതായിരിക്കും. കൂടാതെ വയനാട് ഉരുൾപൊട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സ്ഥലവും കൂടിയാണ് ചാലിയാർ പുഴ. അതെല്ലാം കോർത്തിണക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. തൊട്ടടുത്ത് തന്നെയാണ് ചാലിയാർ പുഴ ഉള്ളത്. ഇപ്പോൾ ഞാൻ വരുന്ന ടൈമിനും റെസ്ക്യൂ ഓപ്പറേഷൻ, അതായത് അവിടെ മൃതദേഹങ്ങൾ ഇവരന് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ അധികം ബോറാക്കുന്നില്ല, നേരെ വീഡിയോയിലേക്കാണ് പോകുന്നത്. ലെറ്റ്സ് ഗോ ഗൈസ്. അങ്ങനെ ഞങ്ങൾ നിലമ്പൂരിൽ നിന്ന് കക്കാടംപൊയിലേക്ക് പോകുന്ന റോഡിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. ഇതിന് തൊട്ടടുത്ത് തന്നെ ഒരു വെള്ളച്ചാട്ടം കാണുന്നുണ്ട്. അതായത് എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇവിടെയെല്ലാം വെള്ളമുള്ള സ്ഥലമാണ്. അതായത് വെള്ളപ്പൊക്കം വന്നേരോ ഇവിടെല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. അതിൻ്റെ അടിയാളാണ് ഇതുണ്ട്. നിങ്ങൾ ഇവിടെല്ലാം എന്ന് വെച്ചാൽ ഇത്ര ഐറ്റത്തോളം വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു 2-3 ദിവസം മുമ്പ്. ഈ ചില്ലിലെല്ലാം കണ്ടോ, ഫുള്ള് വെള്ളം കയറിയിട്ടുള്ള അടിയാളങ്ങൾ. ഇത് കൈക്ക് കൊമ്പ് കയറി. ഇതുണ്ട് നിങ്ങൾ, കാരണം ഇത്രയും നല്ല കുത്തുവയ്ക്ക് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇത്രയായിട്ട്, അതായത് എൻ്റെ ലൈറ്റിലാണ് വെള്ളം വന്നിട്ടുള്ളത്. ഒരു 3-4 ദിവസം മുമ്പുള്ള അവസ്ഥയാണ്. ഇതിനാണ് 3-4 ദിവസം മുമ്പുള്ള അവസ്ഥയാണ്. ഞാൻ ഇന്ന് വരുന്നതിൻ്റെ ഫുള്ള് വെള്ളം ക്ലിയർ ആയിട്ടാണ്. ഇന്ന് മഴയുമില്ല പാടിപ്പോയി. അപ്പോൾ നിങ്ങൾ ഇവിടുത്തെ ഭയാനത എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഞാൻ അടുത്ത ലൊക്കേഷനാണിത്. ഇത് വേറൊരു സ്ഥലമാണ്, അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള സ്ഥലം തന്നെയാണ്. ഇവിടെയും ഇതേപോലെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇതെല്ലാം ചാലിയാർ പുഴയിലാണെന്ന് തോന്നുന്നു സംഗമിക്കുന്നത്. ഇന്നെന്ത് ശാന്തമായിട്ട് ഒഴുകുന്നു. 3-4 ദിവസം മുമ്പുള്ള അവസ്ഥ കുത്തി ഒലിച്ചു പോകുന്ന വെള്ളമാണ് ഇവിടെ കണ്ടത്. കുറച്ച് ആദിവാസി കൂട്ടം വരുന്നുണ്ട് കേട്ടോ. അവർ കാട്ടിൽ പോയി വർഗ്ഗം ശേഖരിച്ചിട്ട് വരുന്നതാൻ തോന്നുന്നു. മൂലേപ്പാട് എന്ന ബ്രിഡ്ജാണ് ഈ കാണുന്നത് കേട്ടോ. ഇതിലൂടെയാണ് ആദിവാസികൾ അക്കരയ്ക്ക് പോകുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടേക്ക് പോയി നോക്കാം.
അതേപോലെ അക്കരയിൽ, അതായത് ഞാൻ നേരത്തെ കാണിച്ചതല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ അക്കരയിലാണുള്ളത്. അക്കരയിൽ നിന്ന് ഇപ്പം ഇതാ പണി കഴിഞ്ഞിട്ട് പോകുന്ന ആദിവാസികളാണിത്. ഇത് കാട്ടിൽ പോയി തേനി അതേപോലെ തന്നെ മറ്റുള്ള പണികളെല്ലാം ചെയ്തിട്ട് വരുന്നതാണ്. നമുക്ക് ഇവരോട് ചോദിച്ചു നോക്കാം. ഇപ്പോൾ നേരെ അവരുടെ വീട്ടിലേക്ക് നമുക്ക് പോകാം, കുടിയിലേക്ക്. ഓക്കെ, ഞങ്ങൾക്ക് ഇവിടുന്നൊക്കെ അരി സാധനം വാങ്ങിച്ചു പോകും. ഒരു 6-7 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ വരുള്ളൂ. ഇവിടുന്ന് പോയി അവിടെ പോയി ഞങ്ങളുടെ നിക്കാണ്. ആനക്കുണ്ടാവും, ആനയുണ്ടാവും, പുലിയുണ്ടായിട്ടുണ്ടാവും. 10,000 അവിടെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞ് നമുക്കുള്ള സാധനം കൊണ്ട് ഞങ്ങൾ പറഞ്ഞു നമുക്ക് എല്ലാം ഉണ്ടാവും. എല്ലാം കൊണ്ടുപോയിട്ടാണ് ഞങ്ങൾ പോയി പാർക്കുന്നത്. പള്ളിലായിരിക്കും. എത്ര പേര് പോകും? അപ്പോൾ ഇവിടുന്ന് രാവിലെ പോയി കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോൾ ഒരു 5-6 രാവിലെ പോയി വൈകുന്നേരം 5:30 അപ്പോൾ അപ്പുറം മലയ്ക്ക് ചാടും. 2 മല കഴിഞ്ഞ് പോകണം. പിന്നെ ഉൾക്കാട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ പിന്നെ കാട്ടിപ്പോത്തൊക്കെ രാമകൃഷ്ണൻ ഉണ്ടായ ടൈമിൽ ഒന്നും കൂടെ ഉണ്ടായി. നമ്മക്ക് പോസ്റ്റ് ഞങ്ങൾ ഫുഡൊക്കെ നമുക്ക് ചെറിയ കാറുണ്ട്. ഉൾക്കാട്ടിലൊക്കെ ഫോറസ്റ്റ് ഉണ്ട്. അവിടെ അങ്ങനെ ബൗണ്ടർ ഉണ്ട്. പാലക്കാട് കൂടെ പോയിട്ട് അങ്ങനെ ഒരു ബൗണ്ടർ ഉണ്ട്. പാലക്കാട് അപ്പുറം ഞങ്ങൾ ബെറ്റിലക്കൊല്ലി കഴിഞ്ഞ് പോണം. ഞാൻ അങ്ങനെ കുറേ നേരം അവരുമായിട്ട് സംസാരിച്ചു. അവരുടെ ജീവിത സ്റ്റൈലും അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു. അതുപോലെ ഫ്രഷ് തേനുകൾ നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാട്ടിലെ ഒറിജിനൽ തേൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം. ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് കുടിച്ചോളി. പപ്പടിന്റെ വീടില്ലേ? അതിന്റെ വീട് ഒറിജിനൽ തേനാട്ടാ. അടിപൊളി. അങ്ങനെ പപ്പേട്ടിൻ്റെ വിശേഷങ്ങളെല്ലാം അറിഞ്ഞു. അവിടുന്ന് നേരെ കക്കാടംപൊയിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടേയിരിക്കുന്നത്. ഇവിടെയാണെങ്കിൽ നല്ല കാഴ്ച, എന്നാൽ പ്രകൃതിപരമായ കാഴ്ചകളും പിന്നെ പോയിട്ട് പേടിപ്പിക്കുന്ന കാഴ്ചകളുമുണ്ട് കേട്ടോ. ഇവിടെ ഇതാ പോകുന്ന വഴി കണ്ടോ നിങ്ങൾ. ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്ന ആൾ ഈ മഴ സീസണിൽ വരുന്നേരം പ്രത്യേകം ശ്രദ്ധിക്കുക ഗൈസ്. ഇത് നിങ്ങൾക്ക് ആരെങ്കിലും മനസ്സിലായോ? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ, അതായത് കഴിഞ്ഞ വർഷം നമ്മൾ കക്കാടംപൊയിൽ വന്ന ടൈമിന് ഇതിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് കുറച്ച് സീനറി എടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇവിടുന്ന് വലത്തോട്ടേക്ക് പോവുകയാണെങ്കിൽ നായാട്ടുപൊയിൽ, അതേപോലെ തന്നെ കോയിപ്പാറ വെള്ളച്ചാട്ടം അങ്ങനെയുള്ള സ്ഥലത്തെത്തുന്ന സ്ഥലമാണ് ഈ കാണുന്ന ജംഗ്ഷനിൽ.